ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ 4 തരം ഡ്രിങ്കുമായിട്ടാണ് വന്നേക്കുന്നത്. ചൂട് സമയമല്ലേ, നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് തണുപ്പിക്കാം. ആദ്യം നമ്മൾ ഗ്രേപ്പ് ജ്യൂസാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഗ്രേപ്സ് 1/2 കിലോ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. കൊലയിൽ നിന്നൊക്കെ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ കഴിക്കുന്ന മുന്തിരിയല്ല, ജ്യൂസിന് വേണ്ടി മേടിക്കുന്ന മുന്തിരിയാണ്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളവും കൂടി ഒഴിച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചേക്കാം. നമ്മൾ മുന്തിരി വാഷ് ചെയ്തെടുക്കുമ്പോൾ നന്നായി തന്നെ വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കണം. മറ്റുള്ള ഫ്രൂട്ട്സ് പോലെ ഒന്നുമല്ല. 2-3 വട്ടം ഇതുപോലെ നമുക്ക് വാഷ് ചെയ്തെടുക്കാം. മുന്തിരി നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷമാണ് ജ്യൂസാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹോളുള്ള ഒരു പാത്രത്തിലേക്കിട്ട് വെള്ളമൊക്കെ ഒന്ന് തോർത്തിയെടുക്കണം. ഇപ്പോൾ നന്നായി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. ഒരു പാത്രത്തിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ മുന്തിരി മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളിനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, തുറന്ന് തന്നെ വെച്ച് കുക്ക് ചെയ്യണം. അതുമല്ല, ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മുന്തിരി ചൂടാകുമ്പോഴത്തേക്ക് തന്നെ ഇതുപോലെ തൊലിയിൽ നിന്നൊക്കെ വിട്ട് കിട്ടും. ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. മുന്തിരി തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ഇത് പൊങ്ങി പുറത്തേക്ക് പോകും. ഇപ്പോൾ നന്നായി തിളച്ച് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. മുന്തിരി ഇതുപോലെയാണ് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ജ്യൂസാക്കുന്നതെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റും. ഒരാഴ്ചയോളം ഇത് കേടുകൂടാതെ ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കും. നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ജ്യൂസാക്കി എടുത്താൽ മതിയാകും. ഇപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായി തണുത്തിട്ട് വരണം. അതിനുവേണ്ടി വേറൊരു പാത്രത്തിലാക്കി വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 മണിക്കൂർ ആയപ്പോഴത്തേക്കാണ് ഇതുപോലെ തണുത്ത് കിട്ടിയത്. ഇത് നമുക്ക് ഒരു അരിപ്പയിലൂടെ വേണം അരിച്ചെടുക്കാൻ. നമുക്കിതിൻ്റെ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് ആക്കുന്നത്. ഇതിൻ്റെ തൊത്ത് നമുക്ക് ആവശ്യമില്ല. ഇതുപോലെ നന്നായി ഫുള്ളായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായി ഫുള്ളായിട്ടും അരിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 1 ഗ്ലാസ് ജ്യൂസാണ് എടുക്കുന്നത്. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ജ്യൂസാക്കുന്നതെങ്കിൽ നമുക്ക് ഇതിലേക്ക് നോർമൽ വാട്ടർ തന്നെ ഒഴിച്ചു കൊടുക്കാം. അല്ലാതെയാണ് നമ്മൾ ജ്യൂസാക്കുന്നതെങ്കിൽ തണുത്ത വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ബാക്കിയുള്ളത് ഒരു ബോട്ടിലോ പാത്രത്തിലോ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് നന്നായി അടിച്ചെടുക്കാം.
ഇപ്പോൾ ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം. ഞാനിവിടെ 2-3 മുന്തിരി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് വേണമെന്നൊരു നിർബന്ധവുമില്ല, എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. അടുത്തതായിട്ട് നമുക്ക് തണ്ണിമത്തൻ ജ്യൂസാക്കാം. ഇത് മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ചെയ്തെടുക്കാം. ഇതൊരു തണ്ണിമത്തൻ്റെ ഒരു 1/4 ഭാഗം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു സ്പൂണോ വിസ്കോ എന്തെങ്കിലും വെച്ചൊന്ന് ഉടച്ചു കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കസ്കസ് കൂടി വേണം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് കുതിർക്കാൻ വെക്കാം. ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ടിത് കുതിർന്നിട്ട് കിട്ടും. തണ്ണിമത്തൻ നമുക്ക് നന്നായി ഉടച്ചെടുക്കാം. ഇതിൻ്റെ കുരുവൊന്നും വേണ്ടാത്തവർക്കാണെങ്കിൽ ഇതെടുത്ത് മാറ്റാം, അല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് മിക്സിയിലാണ് അടിക്കുന്നതെങ്കിൽ ഒരുപാട് ഇതങ്ങ് അരഞ്ഞു പോകും. നമുക്ക് അത്രയും അരയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടണം. ആ ഒരു പാകത്തിന് വേണം. അതിന് നമുക്ക് ഉടച്ച് തന്നെ എടുക്കണം. അപ്പോൾ നന്നായി ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കസ്കസൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാല് കൂടി വേണം. പാല് 2 ഗ്ലാസ് പാല് ഞാൻ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. പാൽ എപ്പോഴും തിളപ്പിച്ചിട്ട് തണുപ്പിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്, ഡയറക്റ്റായിട്ട് ചേർക്കാതെ. ഇതിലേക്ക് നമുക്ക് പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന തണ്ണിമത്തൻ നല്ല മധുരമുള്ള തണ്ണിമത്തനാണ്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഷുഗറൊക്കെ നന്നായി ഇതിലേക്ക് മെൽറ്റായി വരട്ടെ. പാലൊക്കെ നന്നായിട്ടൊരു പിങ്ക് കളറ് കിട്ടും. നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടിത് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കസ്കസ് കൂടി ചേർക്കണം. അത് ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാധാരണ തണ്ണിമത്തൻ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുന്നത്. ഈ ചൂട് സമയത്തൊക്കെ ഇതുപോലെയൊക്കെ ഡ്രിങ്കുകൾ ഉണ്ടാക്കി കഴിക്കണം എല്ലാവരും. ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്കസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ലെമൺ ജ്യൂസ് തയ്യാറാക്കാം. അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങയും കുറച്ച് ക്യാരറ്റും ആവശ്യമാണ്. ഒരു ക്യാരറ്റിൻ്റെ 1/4 ഭാഗം ക്യാരറ്റ് മതിയാകും. അത് ചെറുതായി കട്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നാരങ്ങയുടെ ചാറെടുക്കാം. അതിലേക്ക് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നന്നായിട്ട് തണുപ്പിച്ച വെള്ളം തന്നെ എടുക്കണം. 1 ഗ്ലാസ് ഐസ് വാട്ടർ കൂടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ലെമണിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ചെയ്തെടുക്കാൻ പറ്റും.
ഇത് നമുക്ക് അടിച്ചിട്ടെടുക്കാം. അപ്പോൾ നന്നായി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിപ്പയിലൂടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കസ്കസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വേണമെന്നൊരു നിർബന്ധവുമില്ല, എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തു. സാധാരണ ലെമൺ ജ്യൂസ് കഴിക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് അടുത്ത ഒരു വെറൈറ്റി ചെയ്തെടുക്കാം. അതിനുവേണ്ടി കുറച്ച് പുതിനയില, ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ, ഇതിലേക്കും ഒരു ഗ്ലാസ് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 തരം ഡ്രിങ്കാണ് കാണിക്കുന്നത്. ഇതുപോലെ നമുക്ക് ബീട്രൂട്ട് വെച്ചിട്ടായാലും ചെയ്യാം, നാരങ്ങയിൽ ഗ്രേപ്പ് വെച്ചിട്ടായാലും ചെയ്യാം. അങ്ങനെ ഒരുപാട് തരം നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നല്ലൊരു ഗ്രീൻ കളർ ജ്യൂസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്കസ് കൂടി ചേർക്കുകയാണ്. അങ്ങനെ നമ്മുടെ 4 തരം ഡ്രിങ്കും ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം. താങ്ക് യു.